ഇന്ന് നമ്മൾ ഡൽഹിയിൽ നിന്ന് ഗോരഖ്പൂരിലേക്ക് ഈ വൈശാലി എക്സ്പ്രസിലാണ് പോകുന്നത്. 430 രൂപയ്ക്ക് നമ്മളെടുത്ത സ്ലീപ്പർ ടിക്കറ്റിൽ നമുക്കൊന്ന് ഇരിക്കാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവസ്ഥ ജനറലിനെക്കാട്ടും കഷ്ടമായിരുന്നു. ഇവിടെ ഇരിക്കുന്ന പലർക്കും ടിക്കറ്റ് പോലും ഇല്ല. പോലീസ് വന്നിട്ട് പോലും അവർക്ക് പോലും ഇവരൊരു വില കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അവസാനം എങ്ങനെയൊക്കെയോ അടിയുണ്ടാക്കി തലവേദന എടുത്ത് നമുക്ക് സീറ്റ് കിട്ടി. അങ്ങനെ പിറ്റേ ദിവസം ഒരു 9 മണിയായപ്പോഴത്തേക്കും നമ്മൾ ഗോരഖ്പൂർ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ഫ്രഷ് ആയി നമ്മൾ വേഗം റെയിൽവേ സ്റ്റേഷന്റെ പുറത്തോട്ട് ഇറങ്ങി. റെയിൽവേ സ്റ്റേഷന്റെ ബസ് സ്റ്റാൻഡിലേക്ക് കുറച്ച് ദൂരേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ ഇനി പോകാൻ പോകുന്നത് ഇന്തോ നേപ്പാൾ ബോർഡറായ സൊണോലിയിലേക്കാണ്. 150 രൂപയാണ് ബസ് ടിക്കറ്റ്. 3.5 മണിക്കൂറാണ് നമുക്ക് ട്രാവൽ ചെയ്യേണ്ടത്. രാവിലെ കയറിയ ഞങ്ങൾ ഏകദേശം 1:30 ആയപ്പോഴാണ് സൊണോലിയിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇതാണ് നമ്മുടെ ഇന്ത്യ നേപ്പാൾ ബോർഡർ. അവിടെ നമ്മുടെ ആധാറും ബാഗും നമ്മളെയും ചെക്ക് ചെയ്യും കേട്ടോ. വേറെ പ്രശ്നമൊന്നുമില്ലെങ്കിൽ എന്തായാലും ഉള്ളിലോട്ട് കടത്തിവിടും. ഇനി അടുത്ത് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം കറൻസി എക്സ്ചേഞ്ച് ചെയ്യുക, സിം എടുക്കുക എന്നുള്ളതായിരുന്നു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ക്യാഷ് കയ്യിലാക്കാൻ നോക്കുക. മാത്രമല്ല ഈ അതിർത്തി കടന്നു കഴിഞ്ഞാൽ നമ്മുടെ സിമ്മും കട്ടാവും, ഗൂഗിൾ പേ ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുപോലെ സിമ്മിനായത് 150 രൂപയാണ്. നമസ്തയോ NCLോ നിങ്ങൾക്ക് എടുക്കാം. ഇവിടെ ഇന്ത്യൻ മണിക്ക് വാല്യൂ കൂടുതലാണ് കേട്ടോ. 100 രൂപ കൊടുത്താൽ നമുക്ക് 160 രൂപ കിട്ടും. ഇനി നേപ്പാളിന്റെ ഉള്ളിലോട്ട് നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. പക്ഷെ 100 രൂപയ്ക്ക് നിങ്ങൾക്ക് 140 അല്ലെങ്കിൽ 150 രൂപ മാത്രമേ കിട്ടൂ. സോ ഇവിടുന്ന് തന്നെ മാക്സിമം നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ നോക്കുക. ഇനി നമ്മൾ നേപ്പാളിന്റെ തലസ്ഥാന നഗരമായ കാഠ്മണ്ഡുവിലേക്ക് 800 രൂപ ടിക്കറ്റ് എടുത്ത് ഈ AC ബസ്സിലാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ഒരു ചായക്ക് കുടിച്ച് 6:45 ആയപ്പോഴത്തേക്കും ഞങ്ങൾ ബസ്സിൽ കയറി. ഈ ബസ് പിറ്റേ ദിവസം 9 മണി ആയപ്പോഴാട്ടോ കാഠ്മണ്ഡുവിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നേപ്പാളിലെ കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വ്ലോഗിൽ കാണാം.